എല്ലാവർക്കും ചൈനീസ് വളർന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ ചാനൽ ഇന്നലെയാണ് മോണിറ്റൈസ്ഡ് ആയത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ആ സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പേര് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടിയത്, എങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു യൂട്യൂബ് ജേണി ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തതിന് എൻ്റെ കമൻറ്റ്സ് ചെയ്ത എല്ലാവരോടും നന്ദി പറയാം കേട്ടോ. കാരണം എന്നെപ്പോലെ സാധാരണ ഒരു വീട്ടമ്മ, യൂട്യൂബിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്ത ഒരു സാധാരണ ഒരു വീട്ടമ്മയായ എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് തന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഇത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കുറച്ച് ഇമോഷണലൊക്കെ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസ്ഡ് ആവും. എൻ്റെ ചാനൽ എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ എനിക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയൊരു സന്തോഷമായിരുന്നു എനിക്ക്. ഭയങ്കര ഡൗട്ടോടെ ആയിരുന്നു ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെ ആയിരിക്കും, ആൾക്കാരെങ്ങനെ അത് കണ്ട് കളിയാക്കുമോ, അത് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ എന്തൊക്കെ കമൻറ്റ്സ് പറയും എന്നൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന കേട്ടോ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നീ തുടങ്ങുക, എന്തായാലും നിനക്ക് ആഗ്രഹമല്ല, നീ തുടങ്ങാനെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനായിരുന്നു ഭയങ്കര ബാക്ക് സപ്പോർട്ട് ഭയങ്കരമായിരുന്നു പുള്ളിക്കാരൻ. വീഡിയോസിലൊന്നും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര, ഞാൻ എടുക്കുമ്പോൾ ആ പുള്ളി എടുക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ പുള്ളിക്കാരൻ മാക്സിമം അങ്ങ് മാറി നിൽക്കും. എന്നാലും എനിക്ക് ഭയങ്കര ബാക്ക് സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എങ്ങനെയെന്ന് ഞാൻ പറയാം. ഞാൻ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് 2 ദിവസമായി. കാരണം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇന്നലെയാണ് ഇത് ഫുള്ള് മോണിറ്റൈസ്ഡ് ആയി എന്ന് ഒരു വന്നത്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസമായി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എല്ലാവരും പോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷ തന്നെയാണ് ഞാനും ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ BCom ആയിരുന്നു പഠിച്ചത്. MCom കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മാരേജൊക്കെ കഴിഞ്ഞു. പിന്നെ 2 മക്കളായി. പിന്നെ എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു ആ സമയത്ത്, മക്കളുടെ കാരണം. പിന്നെ കൊറോണയായി, അങ്ങനെ ഒന്നും തടസ്സം എല്ലാം അങ്ങ് വന്നായിരുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് 1 വയസ്സായപ്പോഴായിരുന്നു ഞങ്ങൾ താമസം മാറി ഫ്ലാറ്റിലോട്ട്, ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പുതിയ ഫ്ലാറ്റ് മേടിച്ചപ്പോൾ അവിടെ താമസിക്കാൻ വന്നത്. അപ്പം ഞാനും എൻ്റെ 2 മക്കൾ മാത്രമേ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ 2 മക്കളെയും കൊണ്ട് ഞാൻ ഭയങ്കര സ്ട്രഗിളായിരുന്നു. കാരണം ഇളയാൾക്ക് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, മൂത്തയാൾ UKG പഠിക്കുന്നു. അപ്പോൾ മൂത്ത മോളെ സ്കൂളിൽ വിടണം, വീട്ടുകാര്യം നോക്കണം, അവരുടെ സ്കൂൾ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ എന്നെ ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനൊന്നും എനിക്ക് വേറെ ജോലിക്ക് പോകാനോ ഒന്നിനും എനിക്ക് ആ ഒരു ടൈമിൽ പറ്റിയിരുന്നില്ല. പിന്നെ മോൾക്ക് 2 വയസ്സായ സമയത്ത് ഒന്ന് ജോബ് നോക്കാം എന്നൊക്കെ വിചാരിച്ചു, മെയ്ഡിനെ വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറേ മെയ്ഡിനൊക്കെ അന്വേഷിച്ചു, പക്ഷേ പറ്റിയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മയായാലും ഏട്ടനമ്മയായാലും കുറച്ച് ദിവസം വന്ന് നിൽക്കും, പിന്നെ അവർ വീട്ടിൽ പോകും, അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് മെയ്ഡിൻ്റെ സഹായം പൂർണ്ണമായിട്ടും വേണമല്ലോ. കാരണം മക്കളെ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ മക്കളെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ അവർക്കും അങ്ങനെ നമുക്ക് പറ്റുന്ന ആൾക്കാരെ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ വർക്ക് ഫ്രം ഹോം അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന ഒരു കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തു നിന്നൊരു സ്ഥാപനത്തിൽ തന്നെയായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ കോഴ്സ് പാസ്സായി, സർട്ടിഫിക്കറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്ലേസ്മെൻറ്റിന് വിളിച്ചിട്ടില്ലായിരുന്നു. എന്നെ പ്ലേസ്മെൻറ്റ് വിളിച്ചത് 2 പ്രാവശ്യമായിരുന്നു വിളിച്ചത്. അത് പക്ഷേ ഒന്ന് വർക്കലയിലും ഒന്നും ഇവിടുത്തെ ഇതൊരു ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് എനിക്ക് കൂടുതൽ താല്പര്യം, എന്നെ വർക്ക് ഫ്രം ഹോമിന് അങ്ങനെ എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വലിയ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് പിന്നെ അത് നടക്കില്ല എന്ന് പിന്നെ വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള താമസിക്കുന്നവരൊക്കെ പറഞ്ഞു, എനിക്ക് കീർത്തിക്ക് നീ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ കുറച്ച് നാൾ മുമ്പ് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു മടിയാണോ പേടിയാണോ എന്താ ഇത് ചമ്മലാണോ ഒന്നും അറിയില്ല. എനിക്കത് തുടങ്ങാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തുടങ്ങാനുള്ളൊരു പേടിയാണെന്ന് അറിയില്ല, തുടങ്ങാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് എൻ്റെ അടുത്ത് വെച്ചപ്പം തുടങ്ങിക്കോളൂ എന്ന് സപ്പോർട്ട് ചെയ്തു പുള്ളിക്കാരനും. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ വീഡിയോ ഞാൻ ലഞ്ച് ബോക്സിന് വീഡിയോ ഇട്ടത്, അത് ഞാൻ മുഖമൊന്നും കാണിക്കാത്തൊരു വീഡിയോ ആയിരുന്നു ഇട്ടത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ മുഖം കാണിക്കാത്ത വീഡിയോ ഇടണ്ട, നീ ഇങ്ങനെ മുഖം കാണിച്ചൊക്കെ വീഡിയോ ഇട് എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ഇൻട്രോ ഒക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഞാൻ വീഡിയോസൊക്കെ അങ്ങനെ ഇടാൻ തുടങ്ങിയത്. ആദ്യത്തെ വീഡിയോസിനൊക്കെ വലിയ വ്യൂസ് ഓഫ് പുതിയ ആളല്ലേ, അപ്പോൾ വലിയ സബ്സ്ക്രൈബേഴ്സ് കണ്ടു കൂടുമോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാനിങ്ങനെ വീഡിയോസ് ഇടും. പക്ഷെ എനിക്ക് എങ്ങനെ വീഡിയോ ഇടണം, എങ്ങനെ അപ്ലോഡ് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ തംബ്നെയിൽ കൊടുക്കണം ഒന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാം പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. ഓരോ യൂട്യൂബിൽ നിന്ന് ടിപ്സ് പറയുന്ന ഓരോരോ ചാനൽ നോക്കും, അപ്പോൾ അവർ പറയുന്ന ടിപ്സൊക്കെ ഞാൻ നോക്കും. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ പഠിച്ചതും ഒക്കെ. അങ്ങനെ യൂട്യൂബിൽ നിന്നും ഞാൻ ഓരോ വീഡിയോസ് നോക്കും, അപ്ലോഡ് ചെയ്യും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി എഡിറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഷോർട്സ് ആയിരുന്നു ഞാൻ ആദ്യം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഷോർട്സ് ആയിരുന്നു ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിരുന്നത്. പിന്നെ മനസ്സിലായി വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ വീഡിയോസും ഇടണമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ചെറിയ ഒരു 2 മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടിരുന്നത്. പിന്നെ ടൈം കൂട്ടി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ പുതിയ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ആദ്യം തന്നെ ഒരുപാട് നീട്ടി വലിച്ചുള്ള വീഡിയോസ് കാര്യങ്ങൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. കാരണം പുതിയ യൂട്യൂബറിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് കാണാൻ ശ്രമിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ആദ്യം തന്നെ കുറച്ച് കണ്ടന്റെങ്കിലും കുറച്ച് എൻഗേജ്ഡ് ആവുന്നുള്ളൂ എന്ന് കണ്ടാൽ അത് ഫുൾ ആ വീഡിയോ കാണും. അതുകൊണ്ട് ഒരുപാട് നീട്ടി വലിച്ചുള്ള വീഡിയോ ഒന്നും ഇടാതെ ആദ്യം തന്നെ 6 മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഒരു 4-5 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് ടൈം കൂട്ടുക, ഒരു 10-15 മിനിറ്റ് അങ്ങനെ കൂട്ടി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഡെയിലി വീഡിയോസ് ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറില്ല. ഞാൻ ഷോർട്സ് ചില സമയങ്ങളിൽ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യും. ചില ദിവസങ്ങളിൽ ഒന്നിടവിട്ട് മാത്രമേ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഷോർട്സ് ആയാലും വീഡിയോ ആണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മളെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടാതിരിക്കാൻ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഗ്രോ ആവത്തില്ല. മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളെങ്കിലും വീഡിയോസും ഷോർട്സെങ്കിലും ഇടാൻ, വീഡിയോസ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടുക, ഷോർട്സ് അങ്ങനെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. കാരണം വീഡിയോസ് ഇട്ടാലേ വാച്ച് അവർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഷോർട്സിൽ നിന്നാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കിട്ടുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ പെട്ടെന്നൊരു ദിവസമായിരുന്നു എൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് വൈറലായി. അന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു എൻ്റെ വീഡിയോ പെട്ടെന്ന് അങ്ങ് റീച്ച് ആവാൻ തുടങ്ങി. ഒരു 6.5 ലക്ഷം പേരെങ്കിലും ആ ഒരു ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിന്നായിരുന്നു എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയത്. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാം വേണ്ട നിർത്താം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ലല്ലോ. ഡെയിലി ഒരു സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കൂടുമ്പോഴേ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ, അങ്ങ് നിർത്താവോ, ഇത് എന്തായാലും റീച്ച് ആവില്ല എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ
ചിരുന്ന സമയത്തായിരുന്നു എൻ്റെ ആ ഒരു ഷോർട്സ് വീഡിയോ ഒരുപാട് പേര് കണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ റീച്ച് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെയും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഏത് വീഡിയോ ആയിരുന്നു ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു ഷോർട്സ് വൈറലായത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ കൂടുതലായിട്ട് ഇടാൻ തുടങ്ങി. അപ്പം നമ്മളുടെ വീഡിയോ ഇപ്പം നിങ്ങളുടെ ആണെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ കുറച്ചെങ്കിലും ആൾക്കാർ റീച്ചായ ഒരു വീഡിയോ ആണെങ്കിൽ അത് അനുസരിച്ചുള്ള ആ കണ്ടന്റ് അനുസരിച്ചുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഇതായിരുന്നു ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം. പിന്നെ അങ്ങനെ വീഡിയോസ് കഴിച്ചു. പിന്നെ വീഡിയോസ് ആണെങ്കിലും വീഡിയോസ് ഇടുന്നതാണെങ്കിലും ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും മാക്സിമം ഒരു വീഡിയോ എങ്കിലും ഇടാൻ ശ്രമിക്കുക. പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവാനാണെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല കണ്ടന്റുള്ള വീഡിയോസൊക്കെ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നല്ല നല്ല കണ്ടന്റ് അനുസരിച്ചുള്ള വീഡിയോ അങ്ങനെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇരുന്നിട്ടായിരുന്നു അങ്ങനെ ഫൈനലി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത്. അത് നമുക്കിപ്പോൾ പിന്നെ പറയാനുള്ളത്, ഒരിക്കലും ഇങ്ങനെ കൂട്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വരും. അപ്പോൾ അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവം ഞാൻ ഈ ഒരു ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ഇതെല്ലാം സ്പാമായി പോയി. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തവരല്ലേ, അപ്പോൾ നമുക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരു സമയമാകുമ്പോൾ മുഴുവൻ സ്പാമായി പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇത് പൈസ ക്യാഷ് കൊടുത്തിട്ട് ചെയ്തു തരാമെന്നും പറഞ്ഞു വരുന്നവരുണ്ട്. അങ്ങനെയും ഒരിക്കലും ചെയ്യരുത്. അതും സ്പാമായി പോകും. നമ്മളെ ചാനൽ തന്നെ ഫ്രീസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2025 ഒരുപാട് എന്താ പറയുക, ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് യൂട്യൂബ്. ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, ഒരുപാട് പേർക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. നല്ല കണ്ടന്റുള്ള മാത്രമേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നല്ല കണ്ടന്റുള്ള വീഡിയോ ഇടുക. ഇതേപോലത്തുള്ള സ്പാമായി പോകുന്ന കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. മനസ്സ് മടുപ്പിക്കണ്ട കേട്ടോ. കാരണം ഒരുപാട് വർഷമായിട്ട് ചിലർക്ക് പെട്ടെന്ന് മോണിറ്റൈസ്, ചിലർക്ക് 3 മാസം കൊണ്ട് മോണിറ്റൈസ്ഡ് ആവുന്നവരുണ്ട്, ചിലർ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആവുന്നവരുണ്ട്, ചിലവർ 1 വർഷം ആകാൻ പോകുമ്പോൾ തന്നെ. ഇപ്പോൾ 365 ദിവസം 1 വർഷം ആവുന്നതിന് മുമ്പേ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പോൾ അത് ആ സമയം ചിലപ്പോൾ 1 വർഷമായി മോണിറ്റൈസ്ഡ് ആയവരും ഉണ്ട്. അപ്പോൾ അത് എന്നായാലും നമ്മളെ ചാനൽ മോണിറ്റൈസ്ഡ് ആവും, നമ്മൾ സക്സസ് ആവും എന്നൊരു പ്രതീക്ഷയോടെ തന്നെ എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലത്തെ സ്പാം കമൻസോ അങ്ങനെയൊന്നും ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വളരെ കുറേ പെട്ടെന്ന് പറഞ്ഞ് തീർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ടോ കാര്യങ്ങളും എല്ലാം വേണം. അപ്പോൾ താങ്ക്